അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വെൽനസ് കമ്മ്യൂണിലൂടെ അവരുടെ പേഴ്സണൽ ഹെൽത്തിലും അവരുടെ ഫാമിലി ലൈഫിലും കാതലായ മാറ്റമുണ്ടാക്കിയ വ്യക്തിയാണ്. കൂടാതെ ധാരാളം ഫാമിലീസിന്റെ ആരോഗ്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഫാമിലി ആണ്. ഈ പ്രസന്റേഷന് മുന്നേ തന്നെ അദ്ദേഹത്തിന് വിലപ്പെട്ട സമയം നമ്മളോടുകൂടി ചെലവഴിക്കുന്നതിനും അദ്ദേഹത്തിന്റെ അറിവുകൾ നമ്മളിലേക്ക് പകർന്നു തരുന്നതിനും അദ്ദേഹത്തിന് ആദ്യമേ തന്നെ ഞാൻ വെൽനസ് കമ്മ്യൂണിന്റെ പേരിൽ നന്ദി പറയുകയാണ്. കൂടാതെ ഇന്ന് ഈ പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ പ്രോപ്പർ ഡ്രസ് കോഡിലാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഒപ്പം തന്നെ ഒരു പെന്നും പേപ്പറും കരുതുകയാണെങ്കിൽ വിലപ്പെട്ട ചില ഇൻഫർമേഷൻ നിങ്ങൾ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വിതൗട്ട് എനി ഡിലേ നമ്മുടെ ഇന്നത്തെ സ്പീക്കറെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം ഡോക്ടർ സനിൽ സാർ. ഗുഡ് ഈവനിങ് ഓൾ. നമസ്കാരം. ട്രാൻസ്ഫോമ 90 എന്ന് പറഞ്ഞിട്ടാണ് സെഷൻ അല്ലെ? ഈ സെഷനെ പറ്റിയിട്ട് നിങ്ങൾ ഇവിടെ വളരെ ഉത്കണ്ഠയോട് കൂടിയിട്ട് ഇത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും പുതിയ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ അവരോട് ഒരു ചെറിയ കാര്യം പറയട്ടെ. അടുത്ത 30-35 മിനിറ്റ് നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാവാൻ സാധ്യതയുള്ളതാണ്. സോ വളരെ കീനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്കൂൾ കുട്ടി പുതുതായിട്ട് ഒരു ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇരിക്കുക, ആ സബ്ജക്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്, അതേ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കാണാം. ബിക്കോസ് ട്രാൻസ്ഫോമ 90-ല് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ? മാറ്റം അല്ലെ? ഒരു പൂമ്പാറ്റ മുട്ടയിട്ട് അതിൽ നിന്ന് പുഴു വിരിഞ്ഞ് അതിൽ നിന്ന് വീണ്ടും പുതിയൊരു പൂമ്പാറ്റയാവുന്ന, പ്യൂപ്പ സ്റ്റേജും കഴിഞ്ഞ് പൂമ്പാറ്റയാവുന്ന, അതിനെയും ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. നമ്മുടെ ജീവിതത്തില് പ്രത്യേകിച്ചും നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ അറിയാതെ നടക്കുന്നതാണ് പലതും. അങ്ങനെ അറിയാതെ നടക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അത് ഇടയിൽ വെച്ച് പോകുന്നതോ അല്ലെങ്കിൽ വീണ്ടും ഒരുപക്ഷെ ഞാൻ വെയിറ്റിനെ പറ്റി പറയാം. പെട്ടെന്ന് തന്നെ കാണാൻ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് വെയിറ്റ് കൂടിയ ഒരാള് വെയിറ്റ് കുറക്കുന്നു എന്നുള്ളത്. വീണ്ടും തിരിച്ച് മേ ബി 1-2 വർഷത്തിന് ശേഷം വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ മാറിയിട്ട് വീണ്ടും പഴയ സ്റ്റേജിലേക്ക് പോവാണ് ചെയ്തത് അല്ലെ? അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന്റെ സയൻസ്, അതിന്റെ ആവശ്യകത മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അയാളത് ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്തില്ല. സോ പുതിയ വ്യക്തികളെ സംബന്ധിച്ചും ഒരുപക്ഷെ വീണ്ടും എന്താണ് ട്രാൻസ്ഫോമ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പഴയ ആൾക്കാരെ കുറിച്ചും ഒക്കെ ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 30-35 മിനിറ്റ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ലൈഫ്. ഓക്കെ, ഞാൻ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. അതാണ് ഏറ്റവും എളുപ്പമാവുക. ഓക്കെ, സ്ലൈഡ് കാണാലോ അല്ലേ? കാണാം സർ. റൈറ്റ്. സോ വെൽനസ് കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ട്രാൻസ്ഫോമ 90 എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രോസസ്, അടുത്ത 90 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു പുതിയ നിങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ശാസ്ത്രീയമായ പ്രോസസ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. എൻ്റെ പേര് നേരത്തെ രാജീവേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സനിൽ എന്നാണ്. ഞാൻ സൈക്കോളജിയിൽ PhD കഴിഞ്ഞ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ വെൽനസ് കമ്മ്യൂണിറ്റി സയന്റിഫിക് അഡ്വൈസറി ബോർഡിലെ ഒരു മെമ്പറും കൂടി. സോ എന്താണ് ഈ ട്രാൻസ്ഫോമ 90 എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് വെൽനസ് കമ്മ്യൂണിറ്റി കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ സയൻസ്, ശാസ്ത്രം വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഹെൽത്ത് കെയർ സയൻസ് എന്ന് പറയുന്നത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ആരോഗ്യത്തിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ? ഇതേ ഹെൽത്ത് കെയറിൽ തന്നെ ഒരു ക്രൈസിസ് വന്നാലോ അത് നല്ലതല്ല. എങ്ങനെയാണ് ഒരു കാര്യത്തിൽ ക്രൈസിസ് ഉണ്ടാവുന്നത്? ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുതിയ പുതിയ മരുന്നുകളും പുതിയ പുതിയ ടെക്നോളജികളും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ നമുക്ക് ഇന്ന് പോസിബിൾ ആയിരിക്കുമ്പോൾ, ജനറ്റിക് ലെവലിൽ ക്യാൻസർ വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ കോവിഡ് പോലെയുള്ള ഒരു മഹാമാരി വന്ന സമയത്ത് അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങൾ പോലും മുട്ടുമടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ വാക്സിനേഷനും അത് ഇത്രയും കോടാനുകോടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് വരികയുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇന്ത്യ ഡയബറ്റിക് ക്യാപിറ്റൽ ആവാൻ പോവുകയാണെന്നും, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ സെക്കൻഡ് ആ ഒരു സ്റ്റേജ് എത്രയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി എന്നും പറയുന്നത് എന്തുകൊണ്ടാണ്?
എവിടെയൊക്കെയോ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്. മെറ്റബോളിക് പ്രോസസ്, നമ്മുടെ ശരീരത്തിലെ ഉപാപചയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളൊക്കെ മാറണമെങ്കിൽ ജീവിതശൈലി മാറണം. അപ്പൊ ഈ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പൊതുവെ ഈ ഹെൽത്ത് കെയർ ക്രൈസിസ് വരുന്നത്. അതുകൊണ്ടാണ് ചില സിറ്റുവേഷനിൽ ഇനി വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് ഡോക്ടർമാർ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഹെൽത്ത് സ്പാൻ നല്ലതായിരിക്കും എന്ന് പറയും. നമ്മൾ ഇന്നത്തെ ഒരു ജീവിത രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരു 25-30 വയസ്സിനുള്ളിൽ നല്ലൊരു ജോലി കണ്ടുപിടിച്ചിട്ട് നല്ലൊരു ഹൈ പേയിങ് ജോബില് മേ ബി ഒരു 60 വർഷം വരെ റിട്ടയർമെന്റ് ഏജ് വരെയൊക്കെ നമ്മൾ നിന്ന് പിന്നെയാണ് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ടൂർസും ട്രാവൽസും ഒക്കെ ചിന്തിക്കുന്നത്, അല്ലെ? ഇങ്ങനെയുള്ള സമയത്ത് പക്ഷേ നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റുമോ? നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ജനനം ഇന്ന ദിവസമാണെന്നും മരണം ഇന്ന ദിവസമാണെന്നും പറയുമ്പോൾ അതിനിടയിലുള്ള ജീവിച്ചു തീർക്കുന്ന വർഷങ്ങളാണ്. ഈ വർഷങ്ങൾ വളരെ ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് സ്പാൻ കൂടിയിരിക്കും. എന്നാൽ ഇന്ന് അവസ്ഥ കുറച്ച് മാറിയിട്ടല്ലേ? എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഹെൽത്ത് സ്പാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഡോക്ടർമാരുടെ എണ്ണം, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളുടെ എണ്ണം ഒക്കെ കൂടിക്കൂടി വരുന്നത്. ഒരു ഒരു ടൗണിലെ ഏറ്റവും വലിയ കെട്ടിടം നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അത് ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കും. ഏറ്റവും ഇൻകം അല്ലെങ്കിൽ ഏറ്റവും എക്കണോമിക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഉള്ള സ്ഥലവും ഒരുപക്ഷെ ഇതേ ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കും. കാശ് വരുന്നു പോകുന്നു, അല്ലെ? അങ്ങനെയാണെങ്കിലും അവിടെ ഇത്രയും ആൾക്കാർ കയറി ഇറങ്ങിയിട്ടും എല്ലാവരും ഇഷ്ടത്തോടെയാണോ അവിടെ പോകുന്നത്? അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികളിൽ ചെറിയ മാറ്റം ആവശ്യമുണ്ട്. അപ്പോഴേ ഹെൽത്ത് സ്പാൻ കൂടുള്ളൂ. നമ്മുടെ ആരോഗ്യത്തില് പ്രധാനപ്പെട്ട 3 തലത്തിലാണ് ശരിക്കും അതിന്റെ അപ്രോച്ചസ് ഉള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് വെൽനസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പണ്ട് മുതലേ പഠിച്ചൊരു ഡയലോഗാണ്. നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കണമെങ്കിൽ നല്ല ശരീരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതാണ് കോവിഡ് വന്ന സമയത്ത് ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള സിറ്റികളിലും മെട്രോകളിലും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ സ്തംഭനാവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റിയത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. മാസ്ക് ഉപയോഗിക്കാനും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ തുടങ്ങിയത് അങ്ങനെയാണ്. അതിനെ പ്രോആക്റ്റീവ് അപ്രോച്ച് എന്നും പറയാം. എന്നാൽ എമർജൻസി അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് നടന്നെന്നും അവിടെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ കെയർ ആവശ്യമുണ്ടെന്നും വരുന്ന സമയത്ത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റും ഒക്കെ പെട്ടെന്ന് അതിനെ മാനേജ് ചെയ്യും, അല്ലെ? ഇതിനെ റിയാക്റ്റീവ് അപ്രോച്ച് എന്നും പറയാം. ഒരുപക്ഷെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തിയെ പെട്ടെന്ന് തന്നെ CPR കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത് ഇതേ ഒരു അപ്രോച്ചിന്റെ ഭാഗമാണ്. പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ പിന്നീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ലൈഫ് എന്ന് ചിന്തിച്ചിട്ട് പോകുന്ന ഒരു രീതിയാണ്. ഇത് ഒരു ഡെസ്പറേറ്റ് അപ്രോച്ച് ആണെന്ന് വേണം പറയാൻ. മീൻസ് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കിഡ്നി ഫെയിലിയർ ആയ വ്യക്തിയിൽ ഡയാലിസിസ് അല്ലാതെ മറ്റെന്തോ ഓപ്ഷൻ ഉണ്ടാവും? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അങ്ങനെയാണെങ്കിലും അദ്ദേഹം അതിനുശേഷം എത്രമാത്രം മരുന്നുകൾ കഴിക്കേണ്ടി വരും? ഇത് രണ്ടും ഒരുപക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, എമർജൻസി ആണെങ്കിലും പാലിയേറ്റീവ് അപ്രോച്ച് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ, വെൽനസ് ആൻഡ് പ്രിവെന്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് 100% ആയിട്ടുള്ള ഇന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ്. പ്രത്യേകിച്ചും ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യത്തോടെ ഈ സെഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെ? അപ്പൊ നമുക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു അപ്രോച്ചിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ എന്താണ് ഇതിൽ തന്നെ പ്രോആക്റ്റീവ് അപ്രോച്ചിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യം എന്താണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴേ അത് കൂടുതൽ കാലം സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ, അല്ലെ? നമ്മൾ പല പല കമ്മ്യൂണിറ്റികളുടെയും ഭാഗമാണ്. ഈ കമ്മ്യൂണിറ്റികളൊക്കെ ഏതെങ്കിലും ഒന്ന് നമുക്കൊരു ടൈം ഫ്രെയിമോട് കൂടിയിട്ട് ഒരു ഹെൽത്ത് ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ആർ ലക്കി. ഹിയർ വെൽനസ് കമ്മ്യൂൺ ഓൾസോ ഈസ് വൺ among them. അല്ലെങ്കിൽ ദിസ് ഇസ് ദ ഓൺലി വൺ വേർ ഹെൽത്ത്, സയൻസ് ആൻഡ് പീപ്പിൾ ആർ കണക്റ്റഡ്.
ശാസ്ത്രമുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരുണ്ട്. സോ എന്താണ് വെൽനസ് കമ്മ്യൂൺ ഇവിടെ ചെയ്യുന്നത്? ഇതൊരു ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ഫാമിലികൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലും പോഷണത്തിന്റെ കാര്യത്തിലും ഫാമിംഗ്, കുക്കിംഗ്, അല്ലെങ്കിൽ ഒരു ആരോഗ്യത്തിന് വേണ്ട എല്ലാ ഫാക്ടേഴ്സും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും ഈവൻ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസും തരാൻ വേണ്ടിയിട്ട് വെൽനസ് കമ്മ്യൂൺ റെഡിയാണ്. സോ എന്താണ് ശരിക്കും ഇന്നത്തെ ഹെൽത്ത് സ്പെക്ട്രം എന്ന് പറയുന്നത്? സപ്പോസ് ഇത് നമുക്കൊരു ഗൂഗിൾ മാപ്പ് പോലെ വേണമെങ്കിൽ എടുക്കുക കേട്ടോ. നമ്മൾ ഇന്നിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരും ഓരോ സ്റ്റേജിലായിരിക്കും. ഇവിടെ ഇൽനെസ്സും ഉണ്ട്, ഇവിടെ വെൽനെസ്സും ഉണ്ട്. നമുക്ക് ഈ കളർ സ്പെക്ട്രത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ മേ ബി യു ആർ ഹിയർ, മേ ബി യു ആർ ഹിയർ, നോ മാറ്റർ വേർ ഡു യു വാണ്ട് ടു ഗോ. നിങ്ങൾ ഇന്ന് എവിടെയാണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ നാളെ ഏത് രീതിയിലുള്ള ആരോഗ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെൽത്ത് സ്പെക്ട്രത്തിൽ പോസിബിൾ ആണ്. സോ എവിടെയാണ് നിങ്ങൾ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അവിടുന്ന് മുന്നോട്ടേക്ക് പോകാൻ റെഡി ആവുക. അതാണ് ശരിക്കും ഈ ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ എന്താണ് ഇതിന്റെ ചെറിയ ചെറിയ ചില മാർക്കേഴ്സിലേക്ക് വന്നിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. ഒരു സിമ്പിൾ മെഷറിംഗ് ടാപ്പ്, ഒരു പക്ഷെ ടൈലർ ഉപയോഗിക്കുന്ന ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത്, ആരോഗ്യത്തിന് ഒന്ന് അസസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നൊന്ന് നോക്കാമല്ലോ. ഇതിനെ പറയുന്നത് WHR, വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ എന്നാണ് പറയുന്നത്. WHR സാധാരണഗതിയിൽ ഈവൻ ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു അളവ് നോക്കിക്കഴിഞ്ഞാൽ 0.85 ആണ് വിമന് നല്ലതെന്ന് പറയുന്നു, 0.9 ആണ് മെന്നിനെ സംബന്ധിച്ച് നല്ലതെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത് വരിക? നമ്മുടെ സിമ്പിൾ മെഷർ ഉപയോഗിച്ചിട്ട് വേസ്റ്റിന്റെ ഭാഗത്ത് ഏറ്റവും കുറഞ്ഞ സൈസ്, ഏറ്റവും കുറഞ്ഞ എത്രയാണ് മെഷർമെന്റ് വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹിപ്പിന്റെ ഭാഗത്ത് ഏറ്റവും ബ്രോഡ് ആയിട്ടുള്ള അളവെടുക്കുക. ഇത് രണ്ടിന്റെയും ഒരു റേഷ്യോ കണക്കാക്കുമ്പോൾ ആണ് നമുക്ക് ഈ 0.85ഉം 0.9 ഒക്കെ കിട്ടുന്നത്. സോ സപ്പോസ് ഇന്ന് നിങ്ങൾ ഒന്നാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് 0.85ലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് എങ്ങനെയാണ് ഒരു സിമ്പിൾ ടാപ്പ് നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി പറയുന്നത്? രസമായിരിക്കുന്നു അല്ലെ? ശരിക്കും നമ്മുടെ ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ഏരിയ വയറാണ്. ഈ വയറിന്റെ ഭാഗത്ത് പല ഓർഗൻസും ഉണ്ട്. ഈ അവയവങ്ങളെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ വിസറൽ ഫാറ്റിന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് നമ്മുടെ വേസ്റ്റ് സൈസ് കൂടും. വേസ്റ്റ് സൈസ് കൂടുന്നതിന്റെ അർത്ഥം എന്താണ്? വിസറൽ ഫാറ്റ് കൂടി, വിസറൽ ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ മെറ്റബോളിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാൻ സാധ്യത തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു ബസ്സിൽ കയറി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഡയബറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ ഇഷ്യൂസ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേജിലേക്കായിരിക്കും, പ്രമേഹ സ്റ്റേജിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അപ്പോൾ ഈ ഒരു വേസ്റ്റ് സൈസിനെ മിനിമത്തിൽ വയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് HbA1c. ഒരുപക്ഷെ ലാബ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു 400-500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലാബിൽ നിന്ന് ചെയ്യിക്കാൻ പറ്റുന്ന ടെസ്റ്റാണ് HbA1c. എന്താണിത്? നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളാണ് പോഷണങ്ങളും ഓക്സിജനും ഒക്കെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന കണികയാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ നമ്മുടെ ഷുഗർ ലെവൽ, ബ്ലഡിനകത്തുള്ള ഷുഗർ ലെവലുമായിട്ട് കമ്പൈൻ ആയിട്ട് അതിന് ഗ്ലൈക്കേഷൻ സംഭവിക്കുന്ന ഒരു സ്റ്റേജാണ് HbA1c കൂടുക എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ലെവൽ HbA1c 4 മുതൽ 5.6 വരെയൊക്കെ ഒരു നല്ല സ്റ്റേജിലാണെങ്കിൽ 5.7 മുതൽ 6.4 വരെയുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഡയബറ്റിക്കും 6.5 ശേഷം വരുന്നത് ഡയബറ്റിക് സ്റ്റേജുമാണ്. ഈ ഡയബറ്റീസ് എന്നുള്ളതൊക്കെ മാറ്റിവെക്കാം. നമുക്ക് സപ്പോസ് ഇപ്പം നമ്മുടെ 5.7 ആണെങ്കിൽ ഈ HbA1cയെ കുറച്ചു കൊണ്ടുവരിക തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യമാണ്. എന്താ കാരണം? ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കേഷൻ നടക്കുന്നതിന്റെ അളവ് കൂടുതലാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്, സൂചിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട സാധനം നമ്മുടെ ശരീരത്തിനകത്തുള്ളത് മസിലുകളാണ്. പേശികൾ ശരീരത്തിനകത്ത് എത്രയുണ്ടോ അതിനനുസരിച്ച് ശരീരത്തിലത്തെ മൈറ്റോകോൺട്രിയകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ശരീരത്തിനകത്ത് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ അളവ് കൂടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ മസിലുകളെ നമുക്ക് അളക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതിയുണ്ടോ? യെസ്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് പറയുന്നത്. അതിലൊന്ന് ഡെഡ് ഹാങ്. എങ്ങനെയാണ് ഈ ആൾക്കാർ തൂങ്ങി കിടക്കുക? വലിയ ബുദ്ധിമുട്ടായിരിക്കണം.
കാരണം ഗ്രിപ്പിന് നല്ല സ്ട്രെങ്ത് വേണം, കൈക്ക് നല്ല സ്ട്രെങ്ത് വേണം. ഈവൻ മസിലുകൾ, ഈ അപ്പർ ബോഡിയിലുള്ള എല്ലാ മസിലുകളും വളരെ സ്ട്രോങ് ആയിരിക്കണം. പക്ഷേ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികര്, ഒരുപക്ഷെ വാനരന്മാരൊക്കെ ഇപ്പോഴും ഈ തൂങ്ങിക്കിടക്കുന്ന പ്രോസസ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നില്ലേ? അവരുടെ മസിലുകൾ പോലെ തന്നെ നമ്മുടെ മസിലുകളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അപ്പർ ബോഡിയിലെ മസിലുകൾക്ക് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ തൂങ്ങിക്കിടക്കൽ പ്രോസസ്സ് കൊണ്ട് പറ്റും. ഇതില് ഇപ്പോ നിങ്ങൾക്ക് പറ്റുന്നത് മേ ബി 1 2 അല്ലെങ്കിൽ 10 15 സെക്കൻഡുകളാണെങ്കിൽ അതിൽ നിന്ന് ഒരു മേ ബി 1 മിനിറ്റ് വരെ 60 സെക്കൻഡ്സ് വരെയൊക്കെ പോയി കഴിഞ്ഞാൽ യു ആർ ബിക്കമിങ് ബെറ്റർ. മറ്റൊന്ന് നമ്മുടെ ലോവർ ബോഡിയിലെ മസിലുകളാണ്. ഈ ലോവർ ബോഡിയിലെ മസിലുകളെ പറ്റി കണക്കാക്കാൻ എളുപ്പമുള്ള ഒരു വഴിയാണ് സ്ക്വാട്സ് എന്ന് പറയുന്ന എക്സസൈസ്. ഈ സ്ക്വാട്സിൽ എന്താണ്, സാധാരണഗതിയിൽ ലോവർ ബോഡിയിലുള്ള എല്ലാ മസിലുകളും ആക്റ്റീവ് ആവുന്നുണ്ട്. ഈ ഈ മസിലുകളിൽ പ്രത്യേകിച്ച് തൈ മസിലും കാഫ് മസിലും ഒക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡംബൽ ഉപയോഗിച്ചിട്ട് ഈ സ്ക്വാട്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലാവും, എങ്ങനെയുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഊർജം ഉപയോഗിക്കുന്നത്, മസിലുകൾ എങ്ങനെയുണ്ടെന്നൊക്കെ. നമ്മുടെ ശരീരത്തിൽ ഹൃദയം എന്താണ് ചെയ്യുന്നത്? ബ്ലഡ് പമ്പ് ചെയ്യും അല്ലെ? ഈ ശരീരത്തിലുള്ള ഏകദേശം 1,00,000 കിലോമീറ്ററുകളോളം വരുന്ന ബ്ലഡ് വെസൽസ് അത്രയും കൂടുതലാണ്. നമുക്ക് നമ്മുടെ ഈ ഭൂമിയെ 2 പ്രാവശ്യം ചുറ്റി വരാം. ഇത്രയും ബ്ലഡ് വെസലിലേക്ക് തീർച്ചയായിട്ടും ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കാലുകളിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ വീൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ വീൻസിന്റെ വർക്ക് വളരെ നല്ല രീതിയിൽ വരണമെങ്കിൽ നമ്മുടെ കാഫ് മസിൽ ആണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. കാഫ് മസിൽ എവിടെയാണുള്ളത്? കാലിന് മുട്ടിന് താഴെ. ഈ കാഫ് മസിൽ ആണ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ബ്ലഡിനെ പമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഹാർട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പറയുന്നത്. എനിവേ, നമുക്ക് ഈ വെൽനസ് കമ്മ്യൂണിറ്റിയിൽ ട്രാൻസ്ഫോർമർ 90 കൊണ്ട് എന്താണ് സംഭവിക്കാൻ പറ്റുന്നത്? അടുത്ത 90 ദിവസം കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കൺസിസ്റ്റന്റ് എഫേർട്ട് കൊണ്ട് നമ്മുടെ ഹെൽത്തിൽ എത്രമാത്രം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, ആ ചേഞ്ചസ് ആണ് ഇനി നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ എന്താണ് ഇവിടെ വെൽനസ് കമ്മ്യൂൺ ശരിക്കും നമുക്ക് തരുന്നത്? വെൽനസ് കമ്മ്യൂൺ ഇതൊരു സിമ്പിൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ല. ഇവിടെ 10 അംഗ സയന്റിഫിക് അഡ്വൈസറി ബോർഡോട് കൂടിയിട്ടുള്ള ഒരു 40 അംഗ ടാസ്ക് ഫോഴ്സോട് കൂടിയിട്ടുള്ള വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ഇതിലത്തെ പ്രധാനപ്പെട്ട ഈ വെൽനസ് വീലിലത്തെ പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഫുഡ് വരുന്നുണ്ട്, ന്യൂട്രീഷൻ പോഷണം വരുന്നുണ്ട്, മൂവ്മെന്റ് അല്ലെങ്കിൽ ശരീരത്തിന്റെ ചലനം വരുന്നുണ്ട്, എൻവയോൺമെന്റ്, അതുപോലെ തന്നെ എംപവർമെന്റ്, നമ്മുടെ മാനസിക നിലയും നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഫാക്ടർ ഫുഡ്. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഏത് പിരമിഡ് വെച്ചിട്ടാണ് പോകുന്നത്? സാധാരണ നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെ അളവ് കുറച്ച് കുറവാണ്. അതിലും കുറവാണ് ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്ന നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഉൽപ്പന്നങ്ങളൊക്കെ, മത്സ്യം, പാല് പോലെയുള്ള സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡിന്റെ ഇൻടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിത രീതിയിലാണ് പൊതുവെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഡയറ്റ് എന്ന് പറയാം. എന്നാൽ എന്താണ് നമ്മൾ കഴിക്കേണ്ട രീതി? ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പ്ലാൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്യ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ഭക്ഷണ രീതിയാണ്. അതിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ ആവശ്യമുണ്ട്, മിനിമൽ അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള ഗ്രെയിൻസ് ആവശ്യമുണ്ട്, അതും തവിടോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ വളരെ നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, കൊഴുപ്പുകൾ, അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടതും ശരീരത്തിന് ആവശ്യമാണ്. ഇതാണ് നമ്മുടെ വെൽനസ് കമ്മ്യൂൺ പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്ററി ഗൈഡ് ലൈൻസ്. സോ ഇത് എങ്ങനെ നമുക്ക് ഇത്ര എളുപ്പത്തിൽ പറയാൻ പറ്റും? വേണ്ട. ആൽക്കമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ് ചെയ്യുന്നത്? നിങ്ങളുടെ കിച്ചണിൽ ഈ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം. സോ അതിന് റീവാമ്പിങ് യുവർ കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. എന്നാൽ ചില സാധനങ്ങൾ, പ്രത്യേകിച്ച് അലുമിനിയം അല്ലെങ്കിൽ നോൺ സ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ കുക്കിങ്ങിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന്റെ ഒന്നിച്ച് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ടോക്സിൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ശരീരത്തിൽ കയറില്ല. അതിന്റെ ഒന്നിച്ച് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാലോ. അതിന് ഒത്തിരി കുക്കിംഗ് എന്തൂസിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തേത് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷണം. നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് പോഷണം. പോഷണം എവിടുന്നാണ് കിട്ടുന്നത്? സസ്യങ്ങളിലെ മണ്ണിൽ നിന്ന്. മണ്ണിന് ഗുണമുണ്ടോ? കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മണ്ണിന് ഗുണം കുറവെന്ന് ആണ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാര്യം ഒരുപക്ഷെ നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം മണ്ണിനകത്തുള്ള കെമിക്കൽസിന്റെ അളവും നമുക്ക് ഇപ്പൊ ട്രസ്റ്റ് വർത്തിയൊന്നുമല്ല, അല്ലെ? പലതരത്തിലുള്ള മരുന്നുകളൊക്കെ നമ്മൾ അതിൽ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടറാണ് ഫാം ടു ടേബിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മീൻസ് എവിടെയോ ഉണ്ടാക്കിയ ഒരു പഴം, ഏതോ ഒരു കാലത്ത് ഉണ്ടാക്കിയ ഒരു പഴം ഏതോ ഒരു രാജ്യത്ത് ഏതോ ഒരു സമയത്ത് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പഴത്തിന് ഉണ്ടായ സമയത്തുള്ള ഗുണങ്ങൾ ഇപ്പോഴുണ്ടാവണമെന്നില്ല. സോ ന്യൂട്രീഷണൽ ഡിപ്ലീഷൻ അതിനകത്ത് തന്നെ ഓൾറെഡി നടക്കുന്നുണ്ട്. ഫുഡ് പ്രോസസ്സിംഗ്. പ്രോസസ്ഡ് ഫുഡിൽ വേണ്ട പലതും ഇല്ല, വേണ്ടാത്ത പലതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ശരീരം അതിനെ വേണ്ട രീതിയിൽ എടുക്കില്ല. മറ്റൊരു ഫാക്ടറാണ് നമ്മുടെ ശരീരത്തിന്റെ ന്യൂട്രീഷണൽ നീഡ് കൂടി വരിക. എന്തുകൊണ്ടാണ് അത് ന്യൂട്രീഷണൽ നീഡ് കൂടുക എന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ രാപ്പകലാണ് പണിയെടുക്കുന്നത്, ഫാസ്റ്റ് പേസ് ലൈഫിലാണ് ജീവിക്കുന്നത്. ഇത് രണ്ടും കൊണ്ട് തന്നെ ശരീരത്തിന്റെ സ്ട്രെസ്സും മനസ്സിന്റെ സ്ട്രെസ്സും കൂടി വരിക. ഒപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് പലതരത്തിലുള്ള പൊല്യൂട്ടന്റും ടോക്സിൻസും ഒക്കെ. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ദോഷകരമാവുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ ശരീരത്തിന് കൂടുതൽ പോഷണങ്ങളുടെ റിക്വയർമെന്റ് ഉണ്ടാവും, പ്രത്യേകിച്ച് ആന്റി ഓക്സിഡന്റ് പോലെയുള്ളവ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം ഓൾറെഡി നമ്മുടെ ഫുഡ് സിസ്റ്റത്തിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ എളുപ്പമാവില്ല. പക്ഷെ നല്ല രീതിയിലുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ഒരു പക്ഷെ നമ്മുടെ ഈ ന്യൂട്രീഷണൽ ഗ്യാപ്പിനെ കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. RDA എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. RDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ഡെയിലി അലവൻസസ് എന്ന് പറയും. ഇത് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ RDAയിലും കുറഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ പോഷണത്തിൽ എത്തുന്നതെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസി രോഗങ്ങൾ വരും. പക്ഷേ ഓപ്റ്റിമൽ എന്ന് പറയുന്ന ഒരു രീതി എന്താണ്? ശരീരത്തിന് അതിന്റെ ബെസ്റ്റ് പെർഫോമൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള പോഷണങ്ങളുടെ അളവാണ്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നല്ല ഭക്ഷണത്തിനും ക്വാളിറ്റിയുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിനും പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഓപ്റ്റിമൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് ഇതിനെപ്പറ്റി അറിവ് കിട്ടും? മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇവര് എല്ലാ മാസവും ഇതിന്റെ സയൻസ്, ഡയറ്റ്, ന്യൂട്രീഷൻ, അതുപോലെ തന്നെ മറ്റ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഫാക്ടേഴ്സിന്റെയും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സയൻസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള മേ ബി ഡോക്ടർമാരായിരിക്കാം, മേ ബി ആ ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആയിരിക്കാം. ആ ഒരു ഫീൽഡിൽ എത്രത്തോളം ഡെപ്തിൽ പറഞ്ഞുതരാൻ, സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ, സയൻസ് പറഞ്ഞുതരാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ഇത് എടുക്കുന്നത്. മൂന്നാമത്തത് മൂവ്മെന്റ്. ശരീരം ചലിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അനങ്ങണം. ശരീരത്തിന്റെ എല്ലാ പോർഷൻസും അനങ്ങണം എന്ന് മാത്രമല്ല, ശരീരം മൊത്തത്തിലും അനങ്ങണം. പക്ഷെ നമ്മുടെ ഇന്നത്തെ രീതി എന്താ? നമ്മൾ വീട്ടിൽ കുറെ നേരം ഇരിക്കുന്നു, അവിടുന്ന് നേരെ വണ്ടിയിൽ കയറി ഇരിക്കുന്നു, വണ്ടിയിൽ നിന്ന് നേരെ ഓഫീസിൽ എത്തുന്നു, ഓഫീസിൽ കയറി ഇരിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ തിരിച്ച്. മീൻസ് നമ്മളൊരു ജനറലി സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലാണ് പോകുന്നത്. ആൻഡ് സിറ്റിംഗ് ഈസ് മോർ ഹാർംഫുൾ ദാൻ സ്മോക്കിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം കൊണ്ടുവരണ്ടേ? ഈവൻ പല ആൾക്കാരും നടക്കാൻ പോകുന്നുണ്ട്, പല ആൾക്കാരും ജീവിത രീതിയിൽ, പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം ഒത്തിരി ഓപ്പൺ മൈൻഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്, ബട്ട് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ഇതിന് തന്നെ ഡെയിലി മൂവ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. 6:15 മുതൽ 7 o'clock വരെയും, അതുപോലെ തന്നെ വൈകിട്ട് 7 to 7:45 വരെയും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളൊരു ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ എത്ര കാശ് കൊടുക്കേണ്ടി വരും? അതുപോലെ തന്നെ ആ ജിമ്മിൽ ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ട്രെയിനർ വേണമെങ്കിൽ നമ്മൾ എത്ര കാശ് കൊടുക്കേണ്ടി വരും? ഇത് രണ്ടും ഇല്ലാതെ നമ്മൾ ഡെയിലി മൂവ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ട്രെയിനറോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ഓപ്പൺ ദ വീഡിയോ, നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിനർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
അതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലീൻ ഹോം ഗ്രീൻ എർത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ടീം പ്ലാനറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം ഫിൽട്ടർ ചെയ്തായിരിക്കും അല്ലെ, നമ്മൾ ശ്വസിക്കുന്ന വായു ഫിൽട്ടർ ചെയ്തിട്ടാണോ? അല്ല. അതിന്റെ ഇമ്പോർട്ടന്റ് ഉണ്ടോ? 10,000 ലിറ്ററോളം നമ്മൾ ഒരു ദിവസം ശ്വാസം കഴിക്കുന്ന സമയത്ത് ഈ വായു ഫിൽട്ടർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതെങ്കിൽ അത്യാവശ്യമാണ്. ഇത് ശരീരത്തിൽ എങ്ങനെ ദോഷം ഉണ്ടാകുന്നെന്നും ഒക്കെ അറിയുന്നത്. അതുപോലെ പ്ലാസ്റ്റിക്, മറ്റു പല കാര്യങ്ങളും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ക്ലീനിങ് മെറ്റീരിയൽസ്, ഇതിലൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ടോക്സിൻസ് നമ്മളെ മോശം എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയുന്നത് നല്ലതായിരിക്കും. മറ്റൊരു ഫാക്ടറാണ് എംപവർമെന്റ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്ട്രീം ലൈനിൽ പോകേണ്ടത് ആവശ്യമാണ്. അവിടെ ഇമോഷണൽ, റേഷണൽ ആൻഡ് ബിഹേവിയറൽ ആയിട്ടുള്ള എലിമെന്റ്സിന് വളരെ പങ്കുണ്ട്. അത് നമ്മുടെ ഉറക്കത്തിനെയും നമ്മുടെ സ്ട്രെസ്സിനെയും ആൻസൈറ്റിയും ഒക്കെ സ്വാധീനിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കും. തീർച്ചയായിട്ടും ടീം കമ്പാഷനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടാ ചെയ്തു തരുന്നെന്ന് പറഞ്ഞു. ബട്ട് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൽനസ് കമ്മ്യൂൺ ഓപ്റ്റഡ് ഫോർ ഗെറ്റിംഗ് അഫിലിയേറ്റഡ് പാർട്ട്ണർഷിപ്പ്. നമ്മൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രോഡക്ട്സ്, ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ നോക്കുകയാണ്. ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് വെച്ചിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കുക നിങ്ങളുടെ ഓപ്ഷനാണ്, നോ കമ്പൽഷൻ. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ വളരെ ഈസി ആയിട്ടുള്ള ഗെറ്റിംഗ് ത്രൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ന്യൂട്രിലൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അഫിലിയേറ്റഡ് ബ്രാൻഡിൽ ന്യൂട്രിലൈറ്റ് എന്ന് പറയുന്നത് വേൾഡ്സ് നമ്പർ 1 ഡയറ്ററി സപ്ലിമെന്റ് ബ്രാൻഡാണ്. സീഡ് ടു സപ്ലിമെന്റ്സ് സിംഗിൾ ഹാൻഡഡ് ആയിട്ടാണ് അവർ ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല, അതിന്റെ ബാക്ക്ഡ് ബൈ സയൻസ്. പലതരത്തിലുള്ള സയന്റിസ്റ്റുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്, മോർ ദാൻ 800 സയന്റിസ്റ്റ്. സോ അത്രയും ബാക്കപ്പ് ന്യൂട്രിലൈറ്റിനുണ്ട്. അതുപോലെ തന്നെ ആർട്ടിസ്ട്രി എന്ന് പറയുന്ന സ്കിൻ ന്യൂട്രീഷൻ ബ്രാൻഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഗെയിൻ പ്രീമിയം ക്വാളിറ്റി ബ്യൂട്ടി ബ്രാൻഡാണ്. എക്സസ് എന്ന് പറയുന്നത് സ്പോർട്സ് ന്യൂട്രീഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എയർ ട്രീറ്റ്മെന്റ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗ്ലിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മൗത്തും അല്ലെങ്കിൽ വായയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്തിന്. ആംവേ ഹോം എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം കെയർ പ്രൊഡക്ട്സിന്റെ ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഡ്യൂറബിൾസിൽ നമുക്ക് ഈവൻ കുക്ക്വേഴ്സും പോസിബിൾ ആണ്. വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ 18x8 ഹയസ്റ്റ് ഗ്രേഡ് സ്റ്റീലാണ്. സർജിക്കൽ സ്റ്റീൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സ്റ്റീൽ കൊണ്ടുള്ള പാത്രങ്ങൾ. ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചു. അത്ര തന്നെ. ഓക്കെ, വാട്ട് ഈസ് ട്രാൻസ്ഫോമർ 90 then? ഈ ഒരു ട്രാൻസ്ഫോമർ 90 പ്രോഗ്രാമിൽ നിങ്ങൾ നിങ്ങളുടെ 90-day ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നെക്സ്റ്റ് 90 ഡേയ്സിന് വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഡെയിലി മൂവ്സ്. നാളെ മുതൽ നിങ്ങൾക്ക് ഡെയിലി ജോയിൻ ചെയ്യാം. മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ ഈസ് എൻ ഔട്ട്ഡോർ ഡേ ആൻഡ് സൺഡേ ഈസ് എ റെസ്റ്റ് ഡേ. സോ ടോട്ടലി 7 ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ ഹാളിൽ ഇരുന്നിട്ട് പൂർണ്ണമായിട്ടും ഈ ഒരു പാറ്റേണിൽ ഡെയിലി മൂവ്സിൽ പോകാൻ പറ്റും. ആൽക്കമി സെഷൻസ്, ഫുഡ് എങ്ങനെ ഉണ്ടാക്കാം, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഫുഡ് ബുക്ക് എന്ന് പറയുന്നതിൽ ഓൾറെഡി 30-ലധികം റെസിപ്പി നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈവൻ വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ അതിൽ വന്നു കഴിഞ്ഞു. മാസ്റ്റർ ക്ലാസ് നേരത്തെ സൂചിപ്പിച്ചു. വളരെ സയന്റിഫിക് ഗൈഡൻസ് ഓട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഈ സയൻസ് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ഷുവർ. ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദൂരം പോവാം, ഒത്തിരി എൻജോയ്മെന്റോട് കൂടിയിട്ട് പോവാം. സോ എന്താണ് നമ്മുടെ ഈ വെൽനസ് കമ്മ്യൂൺ പ്രോട്ടോകോൾ? വെൽനസ് കമ്മ്യൂൺ പ്രോട്ടോകോളിൽ വരുന്ന പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ് 10 എണ്ണമാണ് വരുന്നത്. ഇതിൽ ഒന്നാമത്തത് നമ്മുടെ HbA1c. ഇതൊരു ബ്ലഡ് മാർക്കാണ്. ഒരു ലാബിൽ പോയി കഴിഞ്ഞാൽ ആർക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. WHR നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അത് ഇന്ന് ഏതാണോ, ഇന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ 9.95 ആയിരിക്കാം അല്ലെങ്കിൽ 0.9 ആയിരിക്കാം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു കം ഡൗൺ, തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ കൊണ്ടുവരിക. അല്ല നിങ്ങൾ ഇന്ന് അണ്ടർ വെയിറ്റോ അല്ലെങ്കിൽ വളരെ മോശം ആരോഗ്യത്തിലാണ് ഉള്ളതെങ്കിൽ, എഗൈൻ മെലിഞ്ഞ മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ ഹെൽത്തിലേക്ക് മുകളിലേക്ക് വരാം. സ്കെലിറ്റൽ മാസ് അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ മാസ് എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം മസിൽസ് ഉണ്ട്, ഇതിന്റെ അളവ്. ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് മസിൽസ് ആണ്.
എങ്ങനെയാ മസിൽസിന്റെ അളവ് കൂടുക? നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അതേസമയത്ത് എങ്ങനെയാ മസിൽസ് കുറയുക? വളരെ സിമ്പിൾ, നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ മതി. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാതിരിക്കുന്ന സാധനം, പ്രത്യേകിച്ചും മസിലുകളാണെങ്കിൽ, അത് പെട്ടെന്ന് കുറഞ്ഞു പോകും. അപ്പൊ തീർച്ചയായിട്ടും, ആൻഡ് ഏജ് ഈസ് എ ഫാക്ടർ. അതുകൊണ്ട് തന്നെയാണ് സാർക്കോപ്പീനിയ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. സോ അവിടെ നമുക്ക് പ്രോഗ്രസീവ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൊണ്ട് 1.5 കിലോ എങ്കിലും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു മസിൽ മാസ് കൂടാൻ പറ്റിക്കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് മസിൽസ് എപ്പോഴാണ് ശരീരത്തിൽ കുറയുന്നത്? ഉപയോഗിക്കാതിരിക്കുമ്പോഴും ഫാറ്റിന്റെ അളവ് കൂടുമ്പോഴുമാണ്. സോ ഫാറ്റും മസിൽസ് കൂടുന്നതിന്റെ അർത്ഥം ഫാറ്റ് കുറഞ്ഞെന്നുമാണ്. ഡെഡ് അങ്ങ് നേരത്തെ ഞാൻ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഡംബൽ സ്ക്വാട്സിനെ ഞാൻ അവിടെ കാണിച്ചു തന്നു. ഇത് രണ്ടും ഫിസിക്കൽ മാർക്കറാണ്. ലോ കാർബ് ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ് ഇന്ന് വളരെ കൂടുതലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ, നമ്മുടെ കേരള ഡയറ്റിൽ പ്രത്യേകിച്ചും അത് കൂടുതലാണെങ്കിൽ, നമുക്ക് അതിനെ ഒന്ന് കുറച്ചു കൊണ്ടുവരാം. സോ അതിനൊരു പക്ഷേ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒരു നോ ഗ്രെയിൻ ഡിന്നർ ആയിരിക്കും. നോ ഗ്രെയിൻ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഗ്രെയിൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പൊ ഗോതമ്പും കഴിക്കാൻ പാടില്ല, മില്ലറ്റ്സോ അതും കഴിക്കാൻ പാടില്ല. ബാക്കി എന്താ കഴിക്കുക? യെസ്, നിങ്ങൾ അതിന് ആൽക്കമി സെഷൻസും അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് സെഷൻസും മാസ്റ്റർ ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ബേസിക് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്. എന്താണ് ശരിക്കും ശരീരത്തിന്റെ ബേസിക് ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ, എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും, അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ്, ഒമേഗ. ഇത്തരം കാര്യങ്ങളാണ് PDOയിൽ വരുന്നത്. ഇതൊരു ന്യൂട്രീഷൻ മാർക്കറാണ്. ഈ സാധനങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എസെൻഷ്യൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇല്ല അല്ലെ? എസെൻഷ്യൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല. അപ്പൊ കാർബോഹൈഡ്രേറ്റ് നോൺ എസെൻഷ്യൽ ആയിട്ടും ശരീരത്തിൽ എന്തിനാണ് നമ്മളിങ്ങനെ ഈ ഇത്രയും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് ലോ കാർബ് ഡയറ്റിന്റെയും പ്രാധാന്യം. സോ ബേസിക് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സും നമ്മുടെ ശരീരത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുക. ആൻഡ് ഹെൽത്തി ക്വീൻ എക്വിപ്ഡ് കിച്ചൺ. ക്വീൻ എക്വിപ്ഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ, ഈ ക്വീൻ നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള ക്വീൻ അല്ലെങ്കിൽ റാണി, ഈ റാണി ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല മെറ്റീരിയലുള്ള കുക്കിംഗ് വെസൽസിലാണെങ്കിൽ അതിന്റെ പോഷക ഘടകങ്ങൾ വളരെ നന്നായിട്ടുണ്ടാവും. പലർക്കും അറിയാം ഭക്ഷണത്തിൽ നിന്ന് പോഷണങ്ങൾ നഷ്ടപ്പെടുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ക്വീൻ എന്ന് പറയുന്ന കുക്ക്വെയർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്ലീൻ ഹോം, നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സേഫർ ചോയ്സ് അവാർഡി ആയിട്ടുള്ള പല ക്ലീനിങ് ലിക്വിഡ്സും അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് കൂടാതെ വീട് ക്ലീൻ ചെയ്ത് വയ്ക്കും എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അത് വളരെ നല്ലൊരു കാര്യമല്ലേ? കിച്ചൺ ഗാർഡൻ ഓണർ. കിച്ചൺ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ചേഞ്ച് ആണ്. നമ്മുടെ ത്രോട്ട് പ്രോസസ്സിലും ആറ്റിറ്റ്യൂഡിലുള്ള ഒരു ചെറിയ ചേഞ്ച് ആണ്. ഒരു പക്ഷെ കറിവേപ്പില പോലും നമുക്കറിയാം ഇലകളിലാണ് ഏറ്റവും കൂടുതൽ പോയിസൺസും ടോക്സിൻസും വരുന്നതെന്ന് നമുക്കറിയാം അല്ലെ? പച്ചക്കറികൾ വാങ്ങിക്കുമ്പോൾ ഒരു ഈവൻ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും ഒരു കറിവേപ്പിലയുടെ ചെടി നടാൻ പറ്റില്ല. പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താണ് ശരിക്കും നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവരുന്ന മാറ്റം? നമ്മൾ ഹെൽത്തിലേക്ക് പോവാണ് എന്നുള്ളത് തന്നെയാണ്. സോ ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള 7 മന്ത്രങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈറ്റ്, ഭക്ഷണം കഴിക്കണം. കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ട്രാൻസ്ഫോർമേഷനും ചെയ്യേണ്ടത്. മൂവ്, ശരീരം അനങ്ങണം. ഓപ്റ്റിമൈസ്, നമ്മുടെ ശരീരത്തിന്റെ നീഡ്സ് ഓപ്റ്റിമൈസ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പാചകം അറിയണം. ക്ലീൻ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും നമ്മളും ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഗ്രോ യുവർ കിച്ചൺ ഗാർഡൻ. എൻലൈറ്റൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അൽഷിമേഴ്സും ഡെമെൻഷ്യയും പോലെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ എപ്പോഴാണ് ഈ മെമ്മറി ലോസ് തുടങ്ങുന്നത്? നമ്മൾ അതിനെ പ്രവർത്തന വേണ്ട രീതിയിൽ കൊടുക്കാത്തപ്പോഴൊക്കെയാണ്. അപ്പൊ എൻലൈറ്റൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രോസസ്സിൽ, ആ ഒരു മന്ത്രത്തിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ നമ്മൾ എഗെയിൻ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മുടെ ഡെയിലി ലൈഫിൽ ശീലങ്ങളിലേക്ക് കൊണ്ടുവരാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. സോ വാട്ട് നെക്സ്റ്റ്? ഗെറ്റ് കണക്റ്റഡ് ടു എ ഹെൽത്ത് കോച്ച്. ഒരു വെൽനസ് കമ്മ്യൂൺ ഹെൽത്ത് ഗൈഡും ആയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇരിക്കുക. നിങ്ങൾ ആരാണോ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് അവരുടെ കൂടെ കുറച്ച് സമയം കൂടി ഇരിക്കുക. എന്നിട്ടൊരു ഫോളോ അപ്പ് ഡിസ്കഷൻ നടത്തുക. എന്നിട്ട് ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് അതിനെ മനസ്സിലാക്കുക. എന്നിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് അറിയാം.
ആൻഡ് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയും കൂടുതൽ മനസ്സിലാക്കുക ആൻഡ് സ്റ്റാർട്ട്. സോ വെൻ യു സ്റ്റാർട്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ആണ് ഒരു യു ടേൺ എടുക്കാൻ പോകുന്നത്. സോ താങ്ക് യു ആൻഡ് ബാക്ക് ടു പോസ്റ്റ്. താങ്ക് യു സാർ. താങ്കളുടെ വളരെ വിലയേറിയ സമയവും ഒരുപാട് നോളജ് നമുക്ക് പകർന്നു തന്നതിന് വളരെയധികം താങ്ക്സ് വൺസ് അഗൈൻ. ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് ഒരുപാട് വിലയേറിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ നമുക്ക് ഇന്നിപ്പോൾ ഈ ട്രാൻസ്ഫോമർ 90 എന്നൊരു വെൽനസ് കമ്മ്യൂണിന്റെ പ്രൊസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിലേക്ക് കൂടി ട്രാൻസ്ഫോർമേഷൻ വന്ന 2 വ്യക്തികളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ അവസരമുണ്ട്. ഒരു വ്യക്തി നമ്മളോട് ജോയിൻ ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നാണ്, മിസ്റ്റർ ലോറൻസ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ടാവും. വെൽക്കം ലോറൻസ് സാർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലോറൻസ്. ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ 90 നമ്മളിപ്പോ സനൽ സാറ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ട്രാൻസ്ഫോമർ 90 എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പൊ അതിലൂടെ എനിക്ക് വന്ന എൻ്റെ കുറെ മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരു കുറച്ച് നാൾ മുമ്പേ, അതായത് ഒരു 2-3 വർഷം മുമ്പ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 110 കിലോ ആയിരുന്നു. 110 kg ആയ ഒരു ആൾക്ക് എത്രത്തോളം എന്തെല്ലാം ഹെൽത്ത് ചാലഞ്ചസ് ഉണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്, ഇരുന്നിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറാൻ വരെ നമുക്കൊരു മടിയായിട്ടുള്ളൊരു അങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മൾ ഇപ്പൊ നമുക്കറിയാം, നമ്മള് തടിയുള്ളവര് വെയിറ്റ് കുറക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുക പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. അതാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അങ്ങനെ ഇപ്പം ജിമ്മിലെല്ലാം പോയി ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ജിമ്മിൽ നിന്ന് പറഞ്ഞു തന്ന ഡയറ്റും അതുപോലൊക്കെ ചെയ്ത് കുറച്ച് വെയിറ്റ് കുറയും. അത് പക്ഷേ പിന്നെ ആദ്യം നമ്മൾ അതിൽ നിന്ന് ആ റുട്ടീനിൽ നിന്ന് പുറത്തു പോകുമ്പോഴേക്കും വീണ്ടും അതേപോലെ ഷൂട്ട് ചെയ്ത് വെയിറ്റ് കൂടും. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായത്. അപ്പൊ ട്രാൻസ്ഫോമർ 90യിലൂടെ, അതായത് നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു ഡയറ്റും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോയത് കൊണ്ട് നമുക്ക് ഇപ്പോൾ എനിക്ക് 85 kg, അതായത് 25 കിലോ കുറച്ചിട്ടാണ് ഞാനിവിടെ ഈ നിങ്ങളോട് മുമ്പാകെ സംസാരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ നിന്ന് മുകളിൽ, അതായത് നമ്മളിപ്പോ 85 kg എത്തി നിൽക്കുകയാണ്. പക്ഷെ അതിലേക്ക് താഴോട്ട് പോകുന്നതല്ലാണ്ട് നമ്മൾ അതിൽ നിന്ന് കൃത്യമായ റുട്ടീനിനോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി. അതാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈല്, നമ്മള് ഉറക്കത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട്, ഞാൻ ഡിസൈനർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡിസൈൻ ചെയ്യാൻ ചില സമയത്ത് നമ്മൾ വർക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ കൃത്യമായ എക്സസൈസിലൂടെ കടന്നുപോയി. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നില ആയാലും നമുക്ക് കയറി അങ്ങ് ധൈര്യമായിട്ട് നടന്നു കയറുന്ന രീതിയിലേക്ക് നമ്മളെ കപ്പാസിറ്റി, അതായത് നമ്മൾ തൈ മസിൽസ്, അതായത് സ്ക്വാട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ തൈ മസിൽസ് നല്ല പവർ വന്നു. അതുപോലെ തന്നെ താഴെ കണങ്കാലിൻ്റെ മസിൽ, അതിന് നല്ല പവർ വന്നു. അതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ന്യൂട്രിയൻസ് കൂടി നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പോവുകയാണ്. നമ്മുടെ എനർജി ലെവൽ മാറുന്നുണ്ടാവും, നമ്മുടെ മസിൽസ് കുറയുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ നല്ല തടിയുള്ള ആൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഴുത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വരകൾ ഉണ്ടാവും, കൈ കഷത്തിന്റെ ഇടയ്ക്കെല്ലാം, അതായത് ആ വലിഞ്ഞ സ്കിന്ന് കൂടുമുണ്ടായ അങ്ങനെയുള്ള കുറെ എന്തെല്ലോ കാര്യങ്ങൾ. പക്ഷെ കൃത്യമായി നമ്മളൊരു ഇതിൽ പോകുന്നു. അതുപോലെ തന്നെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ന്യൂട്രീഷൻ ഇത് കഴിക്കുമ്പോൾ, അത് ന്യൂട്രലായിട്ട് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടുന്നത്. അതായത് കൃത്യമായി പ്രോട്ടീനും അതുപോലെ തന്നെ മൾട്ടി വിറ്റാമിൻസും അതുപോലെ തന്നെ കാൽഷ്യവും ഇതൊക്കെ നമുക്ക് അതിന് കുറവ് എന്താണോ നോക്കിയിട്ട് അത് കൃത്യമായി ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ന്യൂട്രീഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്തപ്പോൾ
നമ്മുടെ സ്കിന്നിൽ മാറ്റം വന്നു, അതുപോലെ തന്നെ മസിൽ ഗ്രോ ചെയ്തു, മസിൽ നല്ല സ്ട്രെങ്ത് വന്നു, അതുപോലെ തന്നെ അങ്ങനെ ഒരു ട്രമെൻഡസ്, അതായത് വളരെ വലിയൊരു മാറ്റമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഇപ്പം 110 ഇപ്പം ഇത് ഓൺലൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് കാണുന്നവർക്ക് എത്രത്തോളം വെയിറ്റ് ഉണ്ടോ അതൊന്നും മനസ്സിലാവാൻ പറ്റില്ല. എന്നാലും വെയിറ്റ് കുറക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമില്ല, ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമാണ് ട്രാൻസ്ഫോമർ 90. ആ ട്രാൻസ്ഫോമർ 90യെ എന്താണ് ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ്, ഇത്രയും നല്ലൊരു പ്രോഗ്രാം കേരളത്തിൽ വേറെയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജേണി ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു ലോറൻസ് സാർ, നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാം. ഒരു നമ്മളോട് ജോയിൻ ചെയ്യുന്ന എടപ്പാളിൽ നിന്നാണ് മിസ്സസ് രഞ്ജുഷ ആർ നായർ. വെൽക്കം മാം. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. രാജീവ് സാർ, എക്സ്ക്യൂസ് മീ, അവരുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം. എക്സ്ക്യൂസ് മീ മാഡം, നമുക്ക് ലോറൻസ് സാർ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അദ്ദേഹത്തിന് ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടാലോ? ട്രാൻസ്ഫോമർ 90 കണക്ട് ചെയ്തതിന് മുന്നേയും അതിന് ശേഷം ഉണ്ടായ മാറ്റം ഒന്ന് കണ്ടാലോ ഫോട്ടോസിലേക്ക് കൂടി? ഓക്കെ, അതൊരു ഫോട്ടോ കണ്ടു. ട്രാൻസ്ഫോമർ 90 കണക്ട് ചെയ്യുന്നതിന് മുന്നേ ശേഷമുള്ള അദ്ദേഹത്തെ, ആ വെയിറ്റ് കുറഞ്ഞ അദ്ദേഹത്തെ, ഹെൽത്തി ആയിട്ടുള്ള അദ്ദേഹത്തെ നിങ്ങളിപ്പോ ഫോട്ടോസിലേക്ക് കൂടി കണ്ടു. ഓക്കെ, നമുക്ക് മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യാം. രഞ്ജുഷ മാം, വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജുഷ ആർ നായർ, എടപ്പാളിൽ നിന്നാണ്. പിന്നെ സർ സുനിൽ പറഞ്ഞ ഒരു ചെറിയ കാര്യത്തിനെ കോട്ട് ചെയ്തിട്ട് ഞാൻ തുടങ്ങാം. സർ പറഞ്ഞു ഹെൽത്ത് സ്പാൻ. ഒരു 21 to 65 ഇയേഴ്സ് വരെ നല്ല വൃത്തിയായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരിക്കണം എന്ന് സാർ കോട്ട് ചെയ്യണ്ടായി. അപ്പൊ അതിനെ തന്നെ കോട്ട് ചെയ്തിട്ട് ഞാൻ പറയാണ്, ഞാൻ ഒരു പ്രൈവറ്റ് ലാബിൽ എക്സ്പെർട്ടൈസ് ആണ്, അബ്രോഡ് വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരാളാണ്. ഒരു 31 വയസ്സാകുമ്പോൾ എനിക്ക് റിട്ടയർമെന്റ് എടുക്കേണ്ടി വന്നു. എന്റെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, പെപ്റ്റിക് അൾസർ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പോരേണ്ടി വന്നു നാട്ടിലേക്ക്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പുകളൊക്കെ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് ഇത്രയും നേരത്തെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഏർലി റിട്ടയർമെന്റ് ആയി. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ എങ്ങനെ അതിന് ശരിയാക്കി എടുക്കാം എന്നുള്ള ഒരു തോട്ടിലേക്ക് എത്തുന്നതും ട്രാൻസ്ഫോമർ 90 എന്ന് പറയുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷന്റെ ഭാഗമാവുന്നതും. അതിന് ബിനീഷേട്ടൻ അപ്ലൈനാണ്. ബിനീഷേട്ടനോടും ഷൈമ ചേച്ചിയോടും മണിയേട്ടനോടൊക്കെ വലിയ താങ്ക്സ് പറയാനുണ്ട്. പിന്നെ ഒരു 24 കിലോ വെയിറ്റ് ലോസ് ജേണിയാണ് ഇത്. വെയിറ്റ് ലോസ് ജേണി എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് അതിനെ ഒരു ഹെൽത്ത് ജേണി എന്ന് പറയേണ്ടി വരും, ബാക്ക് ടു ഹെൽത്ത് എന്ന് പറയേണ്ടി വരും. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിന് ഒരു നല്ല രീതിയിലേക്ക് എത്താൻ പറ്റി. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതിന്റെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് കൂടി. സാർ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇത്രയും ഏർലി സ്റ്റേജിൽ റിസൈൻ ചെയ്ത് വരുന്ന ഒരാളുടെ എല്ലാ വിഷമവും ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോ ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. നമ്മൾ നല്ലൊരു ഹെൽത്തി സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതിനൊരു കാരണം ട്രാൻസ്ഫോമർ 90 ആണ് തീർച്ചയായിട്ടും. സാർ പറഞ്ഞ പോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക. ഫുഡിൽ നിന്ന് കിട്ടാത്ത അല്ലെങ്കിൽ അതിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ കിട്ടാൻ വേണ്ടി ന്യൂട്രലായിട്ട് കഴിക്കാം. നല്ല മൂവ്സിന് വേണ്ടിയിട്ട്, അതായത് സൂപ്പർ ഗൈഡ്സ് ആണുള്ളത്. എനിക്ക് മുഴുവൻ കാണാൻ പറ്റാറില്ല രാവിലെ. എന്റെ ജോലിയുടെ സ്വഭാവം കൊണ്ട് പല ദിവസം എനിക്ക് രാവിലെ കയറാൻ പറ്റാറില്ല. ഞാൻ റെക്കോർഡ് സെഷൻസ് ആണ് കാണാറ് വൈകുന്നേരം. ബിനീഷേട്ടന്റെ നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഈ ന്യൂട്രലൈറ്റ് എന്നുള്ള ഒരു വേർഡ് പറയുന്നതിന്റെ കൂട്ടത്തിൽ എനിക്ക് ആഡ് ചെയ്യേണ്ട ഒരു വേറെ പേരാണ് മിസ്റ്റർ സുബ്രഹ്മണ്യന്റെ ഹസ്ബൻഡാണ് എന്റെ. അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഗ്ലിസ്റ്ററും അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ന്യൂട്രലൈറ്റ് എന്ന് പറയുന്ന ഒരു അമേസിങ് ബ്രാൻഡിന്റെ എത്രമാത്രം അതിന് കാപ്പബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് വലിയൊരു താങ്ക്സ് പറയാറുണ്ട്. ദെൻ പിന്നെ പറയാനുള്ളത് നല്ലൊരു എൻവയോൺമെന്റിൽ ജീവിക്കുക, ക്ലീൻ ആയിട്ടിരിക്കുക. ഇതൊക്കെ ഓക്കെ, നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ 1 ഇയർ ആയി എന്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഒരു 62, 63 ഇതാണ് എന്റെ വെയിറ്റ്. അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഉറപ്പായിട്ടും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഞാൻ കോച്ചസ് എന്ന് വിളിക്കാം അതിനെ, അത്രയും നല്ല ആൾക്കാരെ ഉള്ള ഒരു വെൽനസ് കമ്മ്യൂണിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്ത ബിനീഷേട്ടന് കുറെ നന്ദി.
കൂടെ എല്ലാ മീറ്റിംഗ്സുകളും കാണാൻ എന്നെ ഓർമ്മിപ്പിക്കുന്ന എന്റെ അപ്ലൈൻ ഷൈമ ചേച്ചിക്ക് അഗെയിൻ ഐ വാണ്ട് ടു താങ്ക്സ് ടു ഹെർ. ദെൻ അത്രയേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ട്രാൻസ്ഫോമർ 90 എന്നുള്ള പ്രോഗ്രാമിന്റെ ഭാഗമാകുക. എല്ലാവർക്കും നല്ല ഹെൽത്ത് ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഷെയർ ചെയ്തത്. എക്സ്പീരിയൻസ് ചെയ്ത രണ്ടുപേർക്കും താങ്ക്സ് അഗൈൻ. ഓക്കെ, നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം ആദ്യമായി പങ്കെടുക്കാൻ വന്ന ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അവരുടെ ഫോട്ടോസ് ഒന്ന് കാണാം. സോറി, അവരുടെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ഇവിടെ സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അവരുടെ ചേഞ്ച് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ ഫോട്ടോസ് കണ്ടു, അവരുടെ ചേഞ്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്ത എല്ലാവർക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സംശയങ്ങൾ ഉണ്ടാവാം. സംശയ നിവാരണത്തിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾ ഈ പ്രസന്റേഷനിലേക്ക് ആരാണോ ഇൻവൈറ്റ് ചെയ്ത് അവരായിട്ട് ഇരിക്കുക, സംസാരിക്കുക, ഈ പ്രൊജക്റ്റുമായി കണക്റ്റഡ് ആവും. നിങ്ങളുടെ ഹെൽത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് ശേഷം ഉണ്ടാവുന്ന ആഴ്ചകളിൽ എല്ലാ ആഴ്ചയും ഉണ്ടാവുന്ന പ്രസന്റേഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും നാളെ 6:15 വെൽനസ് കമ്മ്യൂണിന്റെ ഡെയിലി മൂവ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.